സ്നേഹമില്ല, സ്നേഹം കിട്ടുന്നില്ല, ഞാൻ കൊടുത്തത്ര തിരിച്ച് കിട്ടുന്നില്ല, എന്നോട് യാതൊരുവിധ സ്നേഹവും ഇല്ല എന്നൊക്കെ പറയുന്നവർക്ക് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയുന്നത്, നിങ്ങൾക്ക് ആരുടെ അടുത്തു നിന്നാണോ സ്നേഹം കിട്ടാത്തത് അവരുടെ ഈ മൊബൈൽ ഫോണൊക്കെ എടുത്തോട്ട് കുപ്പത്തൊട്ടിയിൽ എറിയുക എന്നുള്ളത് തന്നെയാണ്. സ്നേഹം കിട്ടുന്നില്ല, സ്നേഹം തോന്നുന്നില്ല, സ്നേഹം ലഭിക്കുന്നില്ല എന്നുള്ളതൊക്കെ പറയുന്നതിനൊക്കെ കാരണമേ ഉള്ളൂ സംസാരങ്ങളില്ലാത്തതാണ്. സംസാരിക്കുന്നില്ല, നമ്മൾ സംസാരിക്കാൻ പോകുമ്പോൾ അവർ തിരിച്ച് നമ്മളോട് സംസാരിക്കുന്നില്ല, അവർ നമ്മളോട് മിണ്ടുന്നില്ല, നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല. ഒരാൾ റേഡിയോ പോലെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു, മറ്റൊരാൾ വെറുതെ കേട്ടുകൊണ്ടേയിരിക്കുന്നു എന്ന് തോന്നുമ്പോൾ അവിടെ ഒരു ഡൗട്ട് വരുന്നു, അവിടെ ഒരു സംശയം വരുന്നു. മൂപ്പർക്ക് എന്നോട് പഴയ പോലെ സ്നേഹമില്ല, അല്ലെങ്കിൽ അവൾക്ക് എന്നോട് പഴയ പോലെ സ്നേഹമില്ല. ഇത് ഒരു ചെറിയ പ്രശ്നമായി തോന്നുമെങ്കിലും കാലക്രമേണ അതൊരു വലിയ പ്രശ്നമായി രണ്ടുപേരും സൈലൻ്റ് ആയി പോകാൻ ഒരു കാരണമാവുന്നു. പതിയെ മനസ്സിലുള്ള ഇഷ്ടത്തിന് ഒരല്പം അനിഷ്ടം തോന്നി തുടങ്ങും. ഞാൻ എന്ത് ചെയ്തിട്ടും എന്നോട് സ്നേഹമില്ലാത്ത ഒരാൾക്ക് വേണ്ടി ഞാൻ എന്താണ് എല്ലാം ചെയ്തു കൊടുക്കുന്നത് എന്നുള്ള ഒരു മനോഭാവം ഉണ്ടാവും. മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഈ പറയുന്നത് നമ്മൾ ഇത്തരം വീഡിയോകൾ ഇടുന്ന സമയത്ത്, ഇത്തരം വീഡിയോകൾ കാണുന്നത് സ്നേഹം കൊടുക്കാത്തവരായിരിക്കില്ല കേൾക്കുന്നത്, സ്നേഹം കിട്ടാത്തവരായിരിക്കും ഇത്തരം വീഡിയോകൾ ഭൂരിഭാഗവും കാണുന്നത്. ഒരു പക്ഷേ ഇതവർ ഷെയർ ചെയ്താൽ തന്നെ ഇതിൻ്റെ ആദ്യത്തെ കുറച്ച് ഭാഗം മാത്രം കേട്ടിട്ട് അവരത് സ്കിപ്പ് ചെയ്തു പോകും. നേരെ മറിച്ച് ഈ കാര്യങ്ങൾ അവരുടെ പങ്കാളി ഇത് നേരിട്ട് അവരോട് പറയുകയാണെങ്കിൽ അവരത് കേട്ടിട്ട് യാതൊരു വിലയും കൽപ്പിക്കാതെ അങ്ങനെ പോകും. പിന്നെയും എന്താണ് സംഭവിക്കുന്നത്, ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, അവർ യാതൊരു റിയാക്ഷനും ഇല്ലാതെ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കും. അവരുടെ ആവശ്യങ്ങൾക്ക് മാത്രം ഇവരെ സമീപിക്കും. പതിയെ ഒരാളെങ്കിലും മുഖത്ത് നോക്കിക്കൊണ്ടുണ്ടായിരുന്ന വ്യക്തി പതിയെ അങ്ങനെ മുഖത്ത് നോക്കാതെ ആവശ്യങ്ങൾ കാര്യക്രമമായി നടത്തി കൊടുക്കാതെ നിൽക്കും. അവരെന്താണോ ആവശ്യപ്പെടുന്നത് അവരുടെ ഭാഗത്ത് അവരൊരു പക്ഷേ നമ്മളോട് എന്തെങ്കിലും ഒരു സാധനം എടുക്കാൻ പറഞ്ഞാലോ വെക്കാൻ പറഞ്ഞാലോ നമ്മൾ വലിയ മൈൻഡാക്കി പോവില്ല. എന്താ സംഭവിക്കുക, അപ്പോൾ സൈലൻ്റായി ആ ബന്ധങ്ങളിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ പോകും. ഒരു തരം അഡ്ജസ്റ്റ്മെൻറ്റ് ലൈഫായി മുമ്പോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് വാസ്തവം. ഒരൊറ്റ കാര്യമേ ഈ സ്നേഹം നിലനിൽക്കണം എന്നുള്ളതിന് ഉള്ളൂ, കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കുക, സംസാരിച്ചു കൊണ്ടിരിക്കുക എന്നത് തന്നെയാണ്. ഒരു പക്ഷേ ഡൈനിങ് ടേബിളിൻ്റെ മുമ്പിൽ വെച്ചായിരിക്കാം സംസാരിക്കുന്നത്, ബെഡ്റൂമിൽ വെച്ചായിരിക്കാം സംസാരിക്കുന്നത്. ബന്ധങ്ങളിൽ പാർട്ട്ണറോട് സംസാരിക്കുക തന്നെയാണ് ഏറ്റവും അഭികാമ്യമായ കാര്യം എന്നത് നിങ്ങൾ മനസ്സിലാക്കി